തൊഴിലുറപ്പ് നിയമം കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചെന്നാരോപിച്ച് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ജനുവരി 15-ന് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. മാർച്ചിൽ 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്ന് NREG വർക്കേഴ്സ് യൂണിയൻ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ ജനുവരി 15-ാം തീയതി കേരളത്തിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും തിരുവനന്തപുരം ലോക് ഭവനിലേക്കും മാർച്ച് നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മുടെ തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളടക്കം 1 ലക്ഷം ആളുകൾ കണ്ണൂർ ഹെഡ് പോസ്റ്റിലേക്ക് ജനുവരി 15-ാം തീയതി മാർച്ച് നടത്തുകയാണ്. ആ മാർച്ചിൽ നമ്മുടെ ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലാളികൾ പങ്കെടുക്കും. മാർച്ച് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം VP ജയരാജനാണ് ഉദ്ഘാടനം ചെയ്യുക. ഇതിൻ്റെ ഒരു ശക്തമായ പ്രതിഷേധം എന്ന രീതിയിൽ നമ്മൾ ജനുവരി 5-ാം തീയതി എല്ലാ ഗ്രാമപഞ്ചായത്ത് വാർഡ് അടിസ്ഥാനത്തിലും തൊഴിലാളികളുടെ വാർഡ് അസംബ്ലി ചേർന്നുകൊണ്ട് ഈ നിയമം എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് ഇപ്പം തന്നെ അവരെ തൊഴിൽ കണ്ടെത്താനും തൊഴിലിന് വേണ്ടി ആവശ്യപ്പെടാനും തൊഴിൽ ലഭിച്ചില്ലെങ്കിൽ തൊഴിലില്ലായ്മ ലഭിക്കാനും ആവശ്യമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ പൂർണ്ണമായി എടുത്തുകളഞ്ഞു. നമുക്കറിയാം, ഒന്നാം UPA ഗവൺമെൻറ് കാലത്ത് 2004-ൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള 2006-ൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി. അപ്പോൾ ആ പദ്ധതിയിൽ നമ്മുടെ ഇന്ത്യയിലിപ്പോൾ ഏതാണ്ട് 26.59 കോടി പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലേതാണ്ട് എല്ലാവർക്കും ഇന്ത്യയിൽ ശരാശരി 52 തൊഴിൽ ദിനങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. പക്ഷേ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇപ്പോൾ കേരളത്തിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, കേരളത്തിനകത്ത് ഇപ്പോൾ 22.6 ലക്ഷം തൊഴിലാളികൾ ഇവിടെ പേർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആക്റ്റീവ് തൊഴിലാളികൾ. അതിലേതാണ്ട് ഒരു 67 തൊഴിലാണ് 100 ദിവസം തൊഴിൽ ലഭിക്കുന്നത്. അത് ഏതാണ്ട് 5,19,619 ആളുകൾക്ക് കഴിഞ്ഞ വർഷം 100 ദിവസം തൊഴിൽ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ 100 ദിവസം പണി പൂർത്തിയായ തൊഴിലാളികൾക്ക് കേരള ഗവൺമെൻറ് കഴിഞ്ഞ വർഷം വരെ 1000 രൂപ ഫെസ്റ്റിവൽ അലവൻസ് കൊടുത്തു. ഈ വർഷം ഓണത്തിന് 1200 രൂപ ഫെസ്റ്റിവൽ അലവൻസ് കൊടുത്തു. കേരളത്തിലെ തൊഴിലാളികൾക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള 50 വയസ്സ് വരെ തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയുള്ള സംസ്ഥാനം കേരളമാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നിയമം ഭേദഗതി ചെയ്ത് ഇതിൻ്റെ ഫണ്ട് പൂർണ്ണമായി കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടതാണ്. പക്ഷേ 60 കേന്ദ്ര ഗവൺമെൻറ്റും 40 സംസ്ഥാന ഗവൺമെൻറ്റും ഒന്നിലും ഇതിൽ അങ്ങനെ ഒരു നിബന്ധന വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളം പോലെ ഉള്ള സംസ്ഥാനത്തിനകത്ത് ഇത് നടപ്പിലാക്കാൻ വേണ്ടി വലിയ പ്രയാസം, സാമ്പത്തികമായി സംസ്ഥാനങ്ങൾ ഇവിടെ വലിയ ബാധ്യത ഉണ്ടാകും. അതുകൊണ്ട് ഇത് ഫലപ്രദമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ പഴയ നിയമപ്രകാരമുള്ള കാര്യം നടപ്പിലാക്കണമെന്നും, അതേപോലെ തന്നെ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഈ പദ്ധതി ഇല്ല. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് അയ്യങ്കാളിയുടെ പേരിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അയ്യങ്കാളി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി പോലെ തന്നെ നമ്മുടെ പട്ടണപ്രദേശങ്ങൾക്ക് 100 ദിവസം പണി കൊടുക്കുന്നതാണ്. കേരളത്തിലകത്ത് ആദിവാസി വിഭാഗങ്ങൾ, നമ്മുടെ മലയോര മേഖല താമസിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾക്ക് അവർക്ക് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ 100 അല്ല 200 ദിവസം തൊഴിൽ കൊടുക്കുന്നു. ട്രൈബൽ പ്ലസിൽ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് വരുന്നത് വരെ കാത്തിക്കാതെ ആഴ്ച കൂടുമ്പോൾ തന്നെ അവരെ അക്കൗണ്ടിലേക്ക് പണം കൊടുക്കുന്ന നിലയുണ്ട്. അപ്പോൾ ഏറ്റവും ഫലപ്രദമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി നടപ്പാക്കുന്ന കേരളത്തിൽ ഈ നിയമ ഭേദഗതി മുഖാന്തരം നമ്മുടെ തൊഴിലാളികൾക്ക് തൊഴിലും അവരുടെ വരുമാനവും പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഈ ജനുവരി 15-ാം തീയതി കേരളത്തിലാകെ നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് രാവിലെ 10:30 മണിക്ക് മാർച്ചും ധർണി നടത്തുമ്പോൾ തീരുമാനിച്ചത്. K. ചന്ദ്രൻ, P. രമേശ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.